എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്പെഷ്യൽ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം. 30 ദിവസം കൊണ്ട് നമുക്ക് വീണ്ടും അതിനൊക്കെ പുനഃപരിശോധിക്കാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണ്. ഈ 2025 നമ്മൾ എന്ത് നേടി, എന്ത് നഷ്ടപ്പെടുത്തി, എന്ത് കളഞ്ഞു, എന്ത് നേടി? നിങ്ങളോട് ഞാൻ സ്വയം വിശകലനത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്, എന്റെ വിശകലനത്തിന് വേണ്ടി ഞാൻ ഇതുപോലെ പോയാൽ മതിയോ, അല്ല വലിയൊരു മാറ്റത്തിന് ഞാൻ തയ്യാറാകണോ? ഹാപ്പിനെസ് മാസ്റ്ററി ഇപ്പൊ പോകുന്ന രീതിയിൽ നിന്നും വലിയൊരു യൂട്ടേൺ അടിക്കണമോ? കാരണം ഞാൻ ഒരുപാട് ഇത്രയും ക്ലാസ്സുകൾ ഇവിടെ ഇങ്ങനെ യൂട്യൂബിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് സൂമിൽ ഫ്രീ സെഷൻ തരുന്നത് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഇത് ലഭിക്കുന്നവർക്കുണ്ടായി, അല്ലെങ്കിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രമല്ലേ ഇതിൽ വലിയൊരു മാറ്റത്തിന് ഞാൻ വിധേയനാക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനും എൻ്റെ ടീമും നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് വളരെ കൃത്യമായി, വളരെ സ്പഷ്ടമായിട്ടുള്ള ഫീഡ്ബാക്കിനാണ്. എനിക്കറിയാം ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എന്നോട് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇവിടെ പങ്കെടുക്കുന്ന 99% ആൾക്കാർക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തന്നെയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം പോരല്ലോ, അതിനൊരു റെക്കോർഡ് വേണം, അത് പബ്ലിക്കിൽ അറിയണം. ആ പബ്ലിക്കാണ് നമ്മൾ വളർത്തേണ്ടത്, അല്ലെ? ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ പോകുമ്പോൾ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം വ്യൂസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ 200 300 ആൾക്കാരുടെ അല്ലല്ലോ. പങ്കെടുക്കുന്നവരിൽ നിന്നുണ്ടാവുന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് മറ്റുള്ളവരൊക്കെ ഇത് കാണാനിരിക്കുന്നത്. അപ്പൊ അവർക്ക് കൂടുതൽ പ്രചോദനം നൽകണമെങ്കിൽ നമ്മളിവിടെ ക്ലാസ്സിൽ ആരോടാണോ ഞാൻ ഈ സംസാരിക്കുന്നത്, നിങ്ങളോടാണ് എന്റെ ക്ലാസ്, എന്റെ കൂടെ ഇരിക്കുന്ന ഈ സൂമിൽ ഇരിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവർക്കൊക്കെ വരാനുള്ള പ്രചോദനം ഉണ്ടാവുക, അല്ലെങ്കിൽ വരണ്ട എന്ന് തീരുമാനിക്കേണ്ടതുള്ളൂ എന്ന്. അതുപോലെ തന്നെയാണ് എല്ലാ ക്ലാസ്സുകളും ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി എത്ര പേരുടെ ക്ലാസ്സുകളാക്കണം, മറ്റു ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റുകൾ, സമ്പത്ത്, ബന്ധങ്ങൾ, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ, മണി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ വ്യത്യസ്തമായി മറ്റെന്തെങ്കിലും സബ്ജക്റ്റുകളെ പറ്റി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ, പഠിക്കാൻ ആഗ്രഹമുണ്ടോ? നമ്മളെ 5 പില്ലേഴ്സ് ഓഫ് ലൈഫ്, നിങ്ങൾ എല്ലാവരും എന്റെ പുസ്തകം കണ്ടിട്ടുണ്ടാവും, മനസ്സുരീസ്മ. ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്ന പുസ്തകം. ഇതിൽ ഞാൻ 5 പില്ലേഴ്സ് ഓഫ് ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. 5 മേഖലകൾ നമ്മൾ ശരിയായി ബാലൻസ് ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ സക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സമ്പത്തായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, വിനോദങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി. ഇപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇതുവരെ ഫോക്കസ് ചെയ്ത 2 കാര്യങ്ങളാണ്. ഒന്ന് സമ്പത്തും, മറ്റത് സ്പിരിച്വാലിറ്റിയും. ഇത് രണ്ടും കൃത്യമായി ഫോക്കസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ക്ലാസ് എടുക്കും. ബന്ധങ്ങളെ ക്ലാസ് ഇന്ന് തുടങ്ങേണ്ടതായിരുന്നു. റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറയുന്ന ക്ലാസ് ഡിസംബറിൽ എന്തായാലും തുടങ്ങും. ഇന്ന് തുടങ്ങാൻ വിചാരിച്ച, പക്ഷെ ആരോഗ്യകരമായ ചെറിയ വിഷയങ്ങൾ, സ്ക്രിപ്റ്റുകൾ മുഴുവൻ തയ്യാറാവാത്തത് കൊണ്ട് ചിലപ്പോൾ നാളെ ആയിരിക്കും അതിന്റെ ക്ലാസ് ഉണ്ടാവുക. റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ബന്ധങ്ങളെ പറ്റിയിട്ട ക്ലാസ്സുകൾ, ഒരു സെഷൻ ഇനി മുതൽ തുടങ്ങുകയാണ്. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത്, ഇതെല്ലാത്തിനും ബേസ് ആണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇനി എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, അല്ല നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ എന്തെങ്കിലും, നിങ്ങൾക്ക് പ്രത്യേക സജഷൻസ് ഉണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ മാറ്റങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എന്തിൽ നിന്നാണ് മാറ്റം ഉണ്ടായതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് അത് തന്നെ നൽകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സംസാരിക്കേണ്ടത് നിങ്ങളാണ്, ഓരോരുത്തരുമാണ് സംസാരിക്കേണ്ടത്. ഞാൻ ഓരോ ആളും എന്താ പറയുക, വീണ്ടും ഞാൻ പറയണം, നിങ്ങൾ ഓരോ ആൾക്കാരും നിങ്ങൾക്കുണ്ടായ നല്ല അനുഭവങ്ങൾ പറയാം, മറ്റനുഭവങ്ങളും പറയാം. കാരണം നല്ല അനുഭവങ്ങൾ മാത്രം കൊണ്ട് ഒരാൾക്ക് വളരാൻ സാധിക്കില്ല, അതിൽ വിമർശനങ്ങളും കൂടി വേണം. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. നല്ലതാണെങ്കിൽ പിന്നെ മാറ്റങ്ങളില്ലല്ലോ, മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൂടി ആയാൽ നല്ലതായിരുന്നു എന്ന് പറയണം. കേക്കാവോ? എവിടുന്ന് തുടങ്ങണമെന്ന് മാത്രം അറിയത്തില്ല സാറേ. സത്യം പറഞ്ഞാല് സാറ് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ഒത്തിരി മാറ്റങ്ങൾ, അതായത് ഇപ്പൊ നാളെ എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. കാരണം എനിക്കത് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനങ്ങനെ ഇരിക്കും. അതുപോലെ തൃശ്ശൂര് വന്ന കാര്യം സാറിനറിയാലോ, ഞാനൊരു തനിച്ചാണ് വന്ന് അവിടെ വന്നിറങ്ങി. അപ്പം അമ്പിളിയായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പിളി എൻ്റെ കൂടെ കൂടി, ഞങ്ങൾ ഒന്നിച്ച് പോയി ഗുരുവായൂരൊക്കെ തൊഴുതു, തിരിച്ചു വന്നു. വളരെ ഹാപ്പി. ഇന്നും ഞാൻ വിളിച്ചു, സന്തോഷത്തോടു കൂടിയാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ
ഞാൻ എന്താ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത്, അതായത് ഞാൻ ചിലപ്പം ചെറിയ കാര്യമാണെങ്കിൽ പോലും ഞാൻ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് കാര്യങ്ങൾ നടക്കും. അതുപോലെ വീട്ടിലാണേലും ഒന്നിനും ഒരു കുറവില്ല സാർ. നമ്മുടെ അടുക്കളയൊക്കെ നല്ല സമൃദ്ധിയിൽ, അതായത് ഒരു മാസത്തേനുള്ള സാധനങ്ങൾ ഫുള്ള്. അത് അതുപോലെ തന്നെ ഓട്ടോറിക്ഷയാണേലും ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പറയും, ചേട്ടൻ 2000 രൂപയ്ക്ക് ഇത് വണ്ടി ഓടും കേട്ടോ എന്ന് പറയും. എടി ഞാൻ ഓടി മടുത്തെന്നും പറഞ്ഞ് വരും, കൈ നിറച്ച് പൈസ കൊണ്ടുവരും. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും എന്താ പറയുക, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്താണേലും ഞാൻ സാധാരണ സാറിന് അറിയാലോ, സൈലന്റ് ആയിട്ട് ഇരിക്കും. എനിക്ക് പരാതികളൊന്നുമില്ല സാറ്. പക്ഷെ സാറിൻ്റെ അടുത്ത് എത്തിപ്പെടാൻ എന്നെ ദൈവം നിയോഗിച്ചതാ സാറിന്. അല്ലെ ഈ ടെൻഷനൊക്കെ പിടിച്ച് എന്ത് ചെയ്യും എന്ന് ഓർത്ത് ഒരു ഒരു എന്താ പറയുന്നത്, ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു നല്ല അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ 5 മാസം കൊണ്ട് എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല സാറേ, അതൊരു ഭയങ്കര മാറ്റമാണ്. എൻ്റെ വീട്ടിലെ സമൃദ്ധി, അത് ബാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് ഞാൻ മറികടക്കും എന്നുള്ള വിശ്വാസം എനിക്ക് പൂർണ്ണമായിട്ടുമുണ്ട്. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ 1 മണിക്കൂറൊക്കെ സാറേ കൂളായിട്ട് ഇരുന്നിട്ട് ഇട്ട് പോരും. സാറ് ചിലപ്പോൾ കാണുന്നുണ്ടോ എന്നറിയത്തില്ല, എന്നാലും ഞാൻ ഭയങ്കര ഭയങ്കര ഒരു അനുഭവമാണ് സാറേ എനിക്ക് കിട്ടുന്ന ബന്ധങ്ങൾ. അമ്പള്ളി എന്ന് പറയുന്ന ആള്, ഞാൻ പറയും എനിക്ക് എൻ്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ. അവൾ എൻ്റെ കൂടത്തെ എല്ലാ കാര്യത്തിലും നിന്നു. ഞാനിവിടുന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും ദൂരെ തനിച്ചു പോകണമല്ലോ. ഞാൻ പ്രസീമമ്മനോട് പറഞ്ഞു ഞാൻ എങ്ങനെ വന്ന് എത്തും എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും 3:45 ആയപ്പം കൊണ്ടുവന്ന ഹസ്ബൻഡ് വണ്ടി കയറാൻ വിട്ടു. കൃത്യസമയത്ത് അവിടെ വന്നു, സാറിനെ കണ്ടു. അതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം സാറേ. അത് പറയാതിരിക്കാം. ഞാൻ ചെയ്യുന്നത് മുഴുവൻ എൻ്റെ കുടുംബത്തിലാണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും, അതായത് എൻ്റെ മക്കൾക്ക്, എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ വീടിന്, അങ്ങനെ എല്ലാത്തിനും ഒരു പോസിറ്റീവ് മൈൻഡ് വന്നിട്ടുണ്ട്. ഇതെല്ലാം മാറി. ഇനി പെരയെന്നുള്ളൊരു സ്വപ്നവും എൻ്റെ ബാധ്യതയൊക്കെ മാറി സാറേ. അതിൻ്റെ 100-150% ഞാൻ ഉറപ്പ് വരുന്നു സാറിൻ്റെ ഒപ്പം വന്ന് നിന്നതിൽ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സാറേ, ഭയങ്കര സന്തോഷം. ഞാൻ എപ്പോഴും ഓർക്കും സാറിനോട് സംസാരിക്കും. പക്ഷെ എനിക്ക് ഇച്ചിരിയുടെ കഴിയട്ടെ, നല്ലൊരു അനുഭവമൊക്കെ ആകട്ടെ എന്ന് പറയും. പക്ഷെ ഇത്രയും ദൂരം എങ്ങും പുറത്തിറങ്ങാത്ത ഞാൻ തൃശ്ശൂർ വന്ന് സാറിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തത് തന്നെ വലിയൊരു അത്ഭുതമാണ് സാറേ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയാണ് എൻ്റെ അനുഭവം. ഈ നല്ല നല്ല അനുഭവങ്ങൾ ഞാൻ സാറിനോട് പറയാൻ ഓരോ ദിവസവും കാത്തിരിക്കും. 5-6 മാസം മുമ്പ് സുമ ഈ ക്ലാസ്സിൽ വരുമ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സുമ അൺമ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്കിവിടെ പേടിയായിരുന്നു. സുമ പറയാൻ പോകുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് മറുപടി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സുമ ചോദിച്ചു. പരാതികളുടെ ആദ്യത്തെ നമ്മൾ 1 to 1 എടുത്ത് സംസാരിച്ച പരാതികളുടെ പ്രളയം. ഇപ്പോ ഇത്രയും സമയം സുമ സംസാരിച്ചപ്പോ ആ വാക്കുകളുടെ ഒരു വ്യക്തത, അതിൻ്റെ സൗമ്യത നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. എത്ര സൗമ്യമായിട്ട്, എത്ര വ്യക്തതയോടുകൂടി സംസാരിച്ചു. ഇതാണ് നമ്മൾ ക്ലാസ്സിൽ ആൾക്കാർക്ക് മാറ്റപ്പെടുന്നു എന്നതിനെ പറ്റി പറയുന്നത്. ക്ലാസ്സിൽ മെഡിറ്റേഷനും ക്ലാസ്സും കൃത്യമായി പഠിച്ച് പ്രാക്ടീസ് ചെയ്തയാള് വളരെ സൈലന്റ് ആയിരിക്കും. പിന്നെ അവർക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല. എല്ലാം ഇപ്പൊ പറഞ്ഞു, എല്ലാം ഭംഗിയായിട്ട് സമൃദ്ധിയായിട്ട് നടന്നു പോകും. ഇതെന്തുകൊണ്ടാണ്? ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ അവർ ഫുള്ളി സൈലൻസിലേക്കാണ്. ഒന്നിനെ പറ്റി നല്ലതുമില്ല മോശവുമില്ല എന്നുള്ള എല്ലാത്തിനെയും അങ്ങ് ഉൾക്കൊള്ളുന്ന അവസ്ഥ വരും. അതാണ് നമ്മുടെ ക്ലാസ്സിൽ അധികം ആൾക്കാർക്കും ഏറ്റവും അധികം ആൾക്കാർ ആ വിഭാഗത്തിൽ പെടുന്നതാണ്. അവർ പറയാനില്ല, അവർക്ക് പബ്ലിക്കിൽ പറയാൻ, അങ്ങനെയുള്ള ജീവിത നിലവാരത്തിലേക്ക് എത്തുമ്പോൾ പറയുന്നത് എന്താണ്? സുമ ഒരു ക്ലാസ് പോലും സുമ അതിനുശേഷം കളഞ്ഞിട്ടില്ല. എല്ലാ ക്ലാസ്സിലും സുമ ഒരേ പൊസിഷൻ, ആ അടുക്കളയിലോ മറ്റിടത്തോ ഒരു സ്ഥലത്ത് ഇരിക്കും, കേൾക്കും, എല്ലാ ക്ലാസ്സും കേൾക്കും, എല്ലാം പ്രാക്ടീസ് ചെയ്യും. 1-1.5 മണിക്കൂർ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു വീട്ടിൽ ഒറ്റയ്ക്കുള്ള ഒരാൾ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ മെഡിറ്റേഷൻ കണ്ണടച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ എത്രത്തോളം മാറ്റമായിരിക്കും ആ വീട്ടിനകത്ത് ഉണ്ടാവുക? എത്ര തിരക്കുണ്ടെങ്കിലും അത്രയും സമയം ഇരിക്കാൻ സുമയ്ക്ക് പറ്റുന്നത്. സുമയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നോർമൽ മെഡിറ്റേഷനിൽ നിന്നും പെട്ടെന്ന് നമ്മുടെ ലെവൽ 1ലേക്ക് പെട്ടെന്ന് മാറിയ ഒരാൾ സുമയാണ്.
വളരെ പെട്ടെന്ന്. ഞാൻ ഓക്കെ. എന്നിട്ട് സംശയം, സുമ നിനക്ക് പറ്റുമോ, വരാൻ പറ്റുമോ? ഇല്ല സാറേ എനിക്ക് അതാണ് ഇഷ്ടം. ഞാൻ ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം, സുമ നിനക്ക് പറ്റുമോ അതിന്? ഇല്ല സാറേ എനിക്ക് അതാണ് ഇഷ്ടം. ഇപ്പൊ അത്ര വ്യക്തമായിട്ടായിരിക്കണേ. അത് തീർച്ചയായും. വളരെ ഇന്നർ സ്ട്രെങ്ത് ആണ്. സന്തോഷം, ആ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമാണ്. വീണ്ടും അല്ല കണ്ടിന്യൂ ചെയ്യാം. സാറേ, ഒന്നിനൊന്നിനും മാറ്റമുണ്ട് സാർ. എല്ലാവർക്കും, മക്കൾക്കും എല്ലാവർക്കും മാറ്റമുണ്ട്. ആർക്കും ഒരു പരാതികളില്ല. പിന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് നോ പ്രോബ്ലം. ഉം. അതാണ് എൻ്റെ ഇത്. കാരണം നമ്മളെ ബാധിക്കുന്നില്ല, ടെൻഷൻ വളരെ ഇല്ല സാർ. വളരെ താങ്ക് യു ഉറക്കം വെരി മച്ച്. ഭയങ്കരം. താങ്ക് യു. ശലിമാം, ശലിലാൽ പറഞ്ഞു. മുന്നോട്ട്. സാർ നമസ്കാരം. എനിക്ക് പറയാനുള്ളത് പറയാൻ ഒരു ദിവസം 1 മണിക്കൂർ പോരെ. അതുപോലെ അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ മാറ്റം സാറിന് തന്നെ അറിയാം. സമാധാനം, സന്തോഷം, പിന്നെ സാറ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. എന്ത് പറഞ്ഞോ അത് ചെയ്യുക എന്നുള്ളത്. ഞാൻ തൃശ്ശൂര് വന്നപ്പോ പോലും രാവിലെ 10 മിനിറ്റ് സൈലന്റ് മെഡിറ്റേഷൻ ഇരിക്കുന്നിട്ടാവുന്നത്. വൈകിട്ട് ഞാൻ തൃശ്ശൂര് ബസ് സ്റ്റാൻഡ്, തിരിച്ച് ബസ്സിനാ പോകുന്നത്, ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ത്തിലും പങ്കെടുത്തു. ഞാൻ പങ്കെടുത്തു. അപ്പൊ എന്റെ ഒരു പ്രോഗ്രാം പോലും മുടങ്ങിയില്ല തൃശ്ശൂര് വന്നിട്ട് പോലും. ഞാൻ മിറക്കിൾ മോർണിംഗും അറ്റൻഡ് ചെയ്തിട്ടാണ് വെളുപ്പിനെ വന്നത്. ഞങ്ങള് അതും കോഴിക്കോട് വരുമ്പോ ഞാൻ അന്ന് ട്രെയിനിനാണ് നിന്ന്, അപ്പം വന്ദേ ഭാരത് അങ്ങോട്ട് പോകുന്നു. അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു, ഓ എന്നാണോ ഞാൻ ഇതിലൊന്ന് കയറുന്നത്, ഞാൻ തൃശ്ശൂര് വന്ന വന്ദേ ഭാരത് കയറി. ഈ ആഗ്രഹങ്ങൾ ആണെങ്കിൽ പോലും അത് നടക്കുമ്പോഴുള്ള നമ്മുടെ വലിയ സന്തോഷങ്ങൾ, മനസ്സിലെ ആ സന്തോഷം, അതെനിക്ക് സാറിന്റെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞിട്ട് ഓരോ സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്നു. പിന്നെ ഞാൻ ജോലിക്ക് പോയ കാലത്ത് ഞാൻ പണത്തിന് എനിക്ക് എന്റെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ പോരാഴിക ഞാൻ ഈ ക്ലാസ് വന്നപ്പോഴാണ് മനസ്സിലാക്കി. പണത്തിനെ റെസ്പെക്ട് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് കയറി, ഞാൻ അപ്പൊ അവിടെ ക്ലർക്കായിരുന്നു. അപ്പൊ ജീവനക്കാരുടെ ശമ്പളമൊക്കെ അന്ന് കൈ കൊണ്ട് എഴുതിയാണ് നമ്മൾ മാറുന്നത്. ട്രഷറി പോയി പൈസ മേടിച്ചു കൊണ്ടുവന്നാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. ഈ പണത്തിനെ നമ്മൾ എപ്പോഴും ഭയത്തോടെ, എന്ന് വെച്ചാൽ എല്ലാവർക്കും കൊടുത്തതിന്റെ ബാക്കി എനിക്ക്. അപ്പൊ ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നത്, ബാക്കി കുറവ് കാണുമോ എന്റെ ശമ്പളത്തിൽ? ഈ പണത്തെ എപ്പോഴും ഭയത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയായിരുന്നു എനിക്ക്. പിന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്നുണ്ടെങ്കിൽ കാഷ് ടെസ്റ്റ് ഒക്കെ ഒന്ന് തുറക്കണമെങ്കിൽ അതിൽ ഒരുപാട് പണം ഇരിക്കും. നമ്മൾ എടുക്കുന്ന പണം ബാക്കി വരുന്നതും വെച്ച് ഇത് വരുമോ എന്ന് എപ്പോഴും ഒരു ഭയമായിരുന്നു. അത് എന്റെ ജീവിതത്തിൽ പണത്തിന്, അത് സാറിന്റെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്കത്. അപ്പൊ ഞാൻ എപ്പോഴും ഈ പണത്തിനോട് ചെയ്ത ഇതിന് ഞാൻ പിന്നെ വണ്ടിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാലൻസ് ഒക്കെ മേടിച്ചിട്ട് ബാഗിനകത്തോട്ട് ചുരുട്ടി വിടുക, അതൊന്നും നോക്കാൻ പറ്റത്തില്ല. പിന്നെ പൈസ തീരാറാകുമ്പോഴായിരിക്കും ബാഗ് ഉടച്ചിട്ട് നോക്കും. ഇങ്ങനൊക്കെ പണത്തിനെ റെസ്പെക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് എന്റെ ജീവിതത്തിലെ വലിയൊരു പോരാഴികയായിരുന്നു. ഇപ്പം ഞാൻ എപ്പോഴും എന്നും ഞാൻ എഴുതിയിടും അഫർമേഷനിനകത്ത് ആ മണിയുടെ ഇത് ഞാൻ എഴുതിയിടും. ഇപ്പൊ എനിക്ക് അതില്ല. നമുക്ക് പണം, പെൻഷൻ ഉണ്ട്, ഹസ്ബൻഡിന് പെൻഷൻ ഉണ്ട്, വലിയ ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ സന്തോഷമുള്ള കുടുംബജീവിതം. ഞാൻ ഹസ്ബൻഡിന്റെ മോന് പിന്നെ അല്ലാതുള്ളവരുടെയൊക്കെ എനിക്കത് മാനസികമായിട്ട് സാറിന്റെ ക്ലാസ്സിൽ കയറിയ പിന്നെ ഞാൻ അതൊക്കെ അങ്ങ് തള്ളി കളഞ്ഞിരുന്നു. ഇപ്പൊ എന്റെ മനസ്സിൽ എപ്പോഴും സമാധാനമുള്ളൂ. അവരൊക്കെ അവരുടെ വഴിക്ക് പോട്ടെ, അവരൊക്കെ ചെയ്യുന്ന തെറ്റുകൾ അവരനുഭവിക്കാനുള്ളതാണെന്നുള്ള ചിന്ത, നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും ഉള്ള ആ ഒരു ഇത്. മെഡിറ്റേഷൻ, സാറിന്റെ മെഡിറ്റേഷൻ, സാർ ആദ്യം ഈ മെഡിറ്റേഷൻ വന്നിട്ട് ഉള്ളിലോട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് എങ്ങനെ ഉള്ളിലോട്ട് നോക്കും, എനിക്ക് അന്നേരം ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ ഞാൻ സൈലന്റ് മെഡിറ്റേഷനിൽ ഇരുന്ന് അനുഭവിക്കുന്നത്, അത് അനുഭവിച്ച് തന്നെ അറിയണം. നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ അത് അനുഭവിച്ച് തന്നെ അറിയണം. ഗൈഡഡ് മെഡിറ്റേഷൻ ആണെങ്കിലും എനിക്ക് നല്ല ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ സൈലന്റ് മെഡിറ്റേഷൻ വന്നിട്ട് നമ്മുടെ ഉള്ളിലോട്ട് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആ വ്യത്യാസം എനിക്ക് മനസ്സിലായത്. ഗൈഡഡ് മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ആ വലിയ മരങ്ങൾ, അതിന്റെ മണ്ടയ്ക്ക് കുറച്ച് ആകാശം, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ മനസ്സിൽ അങ്ങ് പോകുന്നത്. ഇപ്പൊ അത് ഉള്ളിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. പിന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കാൻ കഴിയുന്ന ആ ഒരു അനുഭൂതി എന്താണെന്ന് എനിക്ക് അത് പറയാൻ പറ്റത്തില്ല. ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്നു അതിന്റെ സന്തോഷം. എനിക്ക് ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്, സന്തോഷം. പിന്നെ മറ്റുള്ളവർ ഓരോ നെഗറ്റീവ് പറയുമ്പോൾ ഇവർ പറയുന്നത് എന്ത് തെറ്റാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു. ഹസ്ബൻഡ് എന്തെങ്കിലും പറയുന്നുണ്ട്, ഞാനിപ്പോ ഹസ്ബൻഡിനെ പഠിപ്പിച്ചോണ്ടിരിക്കും, ചേട്ടാ അങ്ങനെ പറയല്ലേ, ചേട്ടാ അങ്ങനെ പറയല്ലേ, അങ്ങനെ ഓരങ്ങനൊന്നും പറയത്തില്ല. അങ്ങനെ അവൻ പറയാം, അച്ഛൻ സംസാരിക്കണം, അച്ഛൻ സംസാരിക്കണം.
ചേട്ടൻ ഈ പറയുന്ന കൂട്ടത്തിൽ നെഗറ്റീവ് വാക്കുകൾ പറയും. നമ്മൾ അത് പറയാതെ ശ്രദ്ധിച്ചാണ് നമ്മുടെ ഓരോ സംസാരവും പ്രവൃത്തി എല്ലാം പോകുന്നതുകൊണ്ട് അതിന്റെ ആ ഒരു ഭയങ്കര അനുഭവം, അത് അനുഭവിച്ച് തന്നെ അറിയണം. സാറിന്റെ ക്ലാസ്സുകൾ ഞാനിപ്പോ JD2 സാർ ഞാൻ സാറിന്റെ 1 to 1 എടുത്തു. ഞാനത് ഒത്തിരി പേരോട് അവിടെ ഒക്കെ വരുന്നുണ്ട് പറയുന്നുണ്ട് 1 to 1 ചക്ര മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യണം, അപ്പൊ നമുക്ക് ഒരുപാട് മാറ്റം വരുമെന്ന്. അങ്ങനെ കോഴിക്കോട് വന്നോണ്ട് ഞാൻ കേട്ടു ഒരാൾ പറയും ഇങ്ങനെ ചക്ര മെഡിറ്റേഷൻ കയറണമെന്ന്. ഞാൻ എൻ്റെ അടുത്തിരുന്ന ആളോട് പറഞ്ഞപ്പോ അത് യൂട്യൂബിൽ ഒത്തിരി ചക്ര കിടപ്പുണ്ടല്ലോ. യൂട്യൂബിൽ കിടക്കുന്ന ചക്രയും സാറ് പഠിപ്പിക്കുന്ന ചക്ര മെഡിറ്റേഷനും തമ്മിൽ എന്തോരം, ഞാൻ 1-2 ഒക്കെ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, അതെനിക്ക് അറിയത്തില്ല. എന്നാലും അതിന്റെ ആ വ്യത്യാസം അതപ്പം നമ്മൾ എന്ത് തെറ്റാണ് ചെയ്യുന്നതെന്ന് ഞാൻ അവിടെ മനസ്സിലാക്കി. ആ വ്യക്തി ഈ കോഴിക്കോട് മെഡിറ്റേഷൻ പേര് കിടക്കുന്ന ഞാൻ കണ്ടു, ഈ തൃശ്ശൂർ മെഡിറ്റേഷൻ പേര് കിടക്കുന്നുണ്ട്, അവിടെ വന്നിട്ടില്ല. അപ്പൊ അവരുടെ ആ മനസ്സിന്റെ ചിന്താഗതി അതിന് അപ്പൊ എനിക്ക് അത് മനസ്സിലായി. ഒരു മാറ്റം വരാത്ത വ്യക്തിയാണ്. അതാ ഒരു മാറ്റം എനിക്കത് അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ കൂടെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അത്രയും കഴിവ് നമ്മുടെ മനസ്സിന് വന്നിട്ടുണ്ട്. സന്തോഷം. അല്ല, അതൊരു നിങ്ങൾ പറഞ്ഞതൊരു വലിയൊരു കാര്യമാണ്. ഇവിടെ ഞാനും ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഇവിടെ മാറ്റമില്ലാത്തവർക്ക് നിൽക്കാനേ പറ്റില്ല. മാറ്റമുള്ളവർ ഇവിടെ തന്നെ നിൽക്കും. മാറ്റമില്ല. ഈ മുമ്പിൽ കാണിക്കുകയും പുറമെ അകത്ത് പ്രവർത്തിക്കാതെയും ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇവിടെ എത്ര കാശുണ്ടായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പ്രോഗ്രാം പിന്നെ എനിക്ക് തോന്നിയ ഒരു അനുഭവം ഞാൻ പറയട്ടെ. കോഴിക്കോട് വന്ന ആൾക്കാരിൽ ഒരു കൂടെ വന്നവരായിരിക്കാം കൂടുതൽ പേര് നെഗറ്റീവ് ആൾക്കാരായിരുന്നു അവിടെ വന്നത്. പക്ഷെ തൃശ്ശൂര് വന്നത് അവർക്ക് വേണം. കുറെ പേര് വിചാരിച്ചേക്കുന്ന സാറിന്റെ ഒരു ക്ലാസ്സിൽ അങ്ങോട്ട് അറ്റൻഡ് ചെയ്ത് അവർക്ക് കോടികൾ കിട്ടും എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ വരുന്നവരുണ്ട്. അതിലും ഏറ്റവും നല്ലത് നമുക്ക് മനസ്സമാധാനവും സന്തോഷവും ഇല്ലേ. അപ്പൊ താനേ നമുക്ക് വേണ്ടത് ഇനി വന്നോളുമല്ലോ. ആ ഒരു ചിന്തിക്കുന്നവർ വളരെ കുറച്ചാണെന്നാ ഞാൻ മനസ്സിലാക്കി, എന്റെ എളിയ അറിവ്. പക്ഷെ തൃശ്ശൂർ വന്നതിൽ അതിന്റെ ആ ഗുണം നമുക്ക് അവിടെ തൃശ്ശൂർ കാണാനും പറ്റി, അനുഭവിക്കാനും പറ്റി. എല്ലാവരും ഒരുമാതിരി പോസിറ്റീവായിട്ടിരുന്ന ആൾക്കാരാണ്. മറ്റൊരു കുറെ പേരെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നവരും ഉണ്ടായിരുന്നു കോഴിക്കോട്, വീട്ടിൽ നിന്നുള്ള അമ്മമാരും മക്കളെ അല്ലെങ്കിൽ ആരെയും. പക്ഷെ ഇവിടെ വന്ന ഐക്യത എനിക്ക് ഫീൽ ചെയ്തു, അതുണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫുൾ തൃശ്ശൂർ നടന്ന മിനിയാത്ത പ്രോഗ്രാം നമ്മുടെ ഏറ്റവും നല്ല ഫുൾ ഒറ്റ വൈബ് ആൾക്കാരായിരുന്നു. എല്ലാം ഞാൻ ഇത്രയും ഒരു പ്രോഗ്രാം നടത്തിയതിനു ശേഷം ഞാൻ ഇത്രയും പീസ്ഫുൾ ആയ ഒരു സമയമില്ല. ഞാൻ ഏതോ ഒരു ലോകത്തോടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് 2 ദിവസം. അത്രയും സന്തോഷമായിരുന്നു എനിക്ക്. ആ ടീം, വന്ന ആൾക്കാരെല്ലാവരും ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ ആൾക്കാരെ എടുത്തു തന്നെ. എല്ലാവരും ബുക്ക് ചെയ്ത ആൾക്കാരെ എല്ലാവരും എടുത്തിട്ടില്ല. അതിൽ പെട്ടതാണ് ഈ ബുക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്തിട്ട് പോലും വരാൻ യോഗ്യമില്ലാത്ത ആൾക്കാരുണ്ടായിട്ടുണ്ട്. അത്രയും നല്ല ആൾക്കാർ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. സന്തോഷമാണ്. നിങ്ങൾ ഓരോ ആൾക്കാർ, നിങ്ങളൊക്കെ ഒരു കുടുംബം മൊത്തം മാറി എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷം. അതാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്. മകനൊക്കെ വന്ന് അവന് ഓടിച്ചാടി വന്നിട്ട്, അവൻ പുറത്തായിരുന്നു, ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ല സാറേ, പക്ഷെ ഞാൻ സാറിനെ കാണാൻ വന്നു എന്നിട്ട് ഓടി വന്ന് പറഞ്ഞിട്ട് പോയി. അവന് ഓക്കെ നീ ഇവിടെ ഇരിക്കുന്ന പറഞ്ഞില്ല സാർ, ഞാൻ അമ്മ ഇരിക്കട്ടെ, ഞാൻ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോയി. സന്തോഷം. അതൊക്കെ നല്ല കാര്യം. യെസ്, പറഞ്ഞു. അടുത്ത ആൾ പറഞ്ഞു. ഞാന് ഓക്കെ ഉണ്ടോ? പറയണ്ടോ? ഇല്ലല്ലോ. പറഞ്ഞു. ആ പറഞ്ഞു. പറഞ്ഞില്ല സാറേ. ആരൊക്കെ പറയാനല്ലോ പറഞ്ഞോ, കുഴപ്പമില്ല. ഞാൻ പറയാം സാറേ. എന്നാ ജിഷ പറ ആദ്യം. ആരാ പറഞ്ഞു? ജിഷ പറയൂ. 2 മാസമായിട്ട് സാറേ പറയട്ടെ. ജിഷ പറ. സാറേ 2 മാസമായിട്ട് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഡെയിലി ചെയ്യുന്നുണ്ട്, അഫർമേഷൻ എഴുതുന്നുണ്ട്. പക്ഷെ തൃശ്ശൂർ പ്രോഗ്രാം എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ അക്കൗണ്ടില് ഡെയിലി പൈസ വന്നിരുന്നു. ആ കറക്റ്റ് ആഴ്ചയിൽ എനിക്ക് ഇപ്പൊ സാറ് പറഞ്ഞിടും, എനിക്ക് അതിന് സമയമായില്ല എന്നാണ് ഇപ്പൊ വിശ്വസിച്ചത്. പക്ഷെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എനിക്ക് എത്താൻ പറ്റും എന്ന് വിചാരിച്ചു. ലാസ്റ്റ് പ്രസിദ്ധമ വിളിച്ച്, ജിഷജി എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ലാസ്റ്റ് അന്നത്തെ ഒരു സിഗ്നൽ വന്നില്ലേ, 2 പേർക്ക് ഒരു ഓപ്ഷൻ വരും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ എന്റെ കൈ വിട്ടുപോയി എനിക്ക് തോന്നി. പക്ഷെ എന്നാലും ആ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അന്നേരം എന്റെ നെറ്റല്ല വാട്സപ്പേ പോയി. ഒരു പ്രോഗ്രാം പോലും എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഫസ്റ്റ് ബുക്ക് ചെയ്ത ആളാ, ആദ്യമേ ബുക്ക് ചെയ്തു, പക്ഷെ എനിക്ക് കയറാൻ പറ്റിയില്ല. എന്തുകൊണ്ടായിരിക്കും ജിഷ അങ്ങനെ സംഭവിച്ചത്?
ഇതെല്ലാം കേട്ടപ്പോൾ നല്ല സന്തോഷം. പക്ഷെ ബിസിനസ് ഒക്കെ പിന്നെ സാറ് കൂടെ ഒന്ന് കട്ടായേ. അപ്പം എനിക്ക് ആ സമയത്ത് ഇരുന്ന് തന്നെ ഇവിടെ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അന്ന് എൻ്റെ ആ ജിയോ സിമ്മ് വരെ കട്ടായിപ്പോയി. ആ സിമ്മ് കട്ടായപ്പോൾ എനിക്ക് ഒരു പരിപാടി പോലും കാണാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ അഫർമേഷൻ എഴുതി വെക്കും. എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. എൻ്റെ കടയൊക്കെ കുത്തി സാറിൻ്റെ അടുത്ത് ക്ലാസ് 8 മാസമായി ഞാൻ വന്നിട്ട്. എനിക്ക് ഓരോ പടി ഉയരാൻ പറ്റുന്നുണ്ട്. അത് എൻ്റെ മനസ്സ് സന്തോഷം. ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് വലുതിലേക്കുള്ള ഒരു പ്രചോദനമായിട്ടാണ് എൻ്റെ മനസ്സ് വിചാരിച്ചാണ്. ഇപ്പോഴും സംഗതികളൊക്കെ ഇങ്ങനെ കുഴഞ്ഞുകൂടി കിടക്കുക. എന്നാലും വിശ്വാസം ഉണ്ടല്ലോ. പക്ഷെ തൃശ്ശൂർ പ്രോഗ്രാം സാറ് പറഞ്ഞ പോലെ നമുക്ക് പറ്റിയില്ല. അത് എനിക്ക് സാറിൻ്റെ എല്ലാ പ്രോഗ്രാം ചെയ്യുന്നതാണ് എൻ്റെ തിരുവനന്തപുരം വരെ ഞാൻ വന്നു. അന്ന് എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടും എനിക്ക് തിരുവനന്തപുരത്ത് വരാൻ പറ്റി, തൃശ്ശൂർ വരാൻ പറ്റി, കോഴിക്കോട് വരാൻ പറ്റി. പക്ഷെ ഈ പ്രോഗ്രാം എനിക്ക് മിസ്സായിപ്പോയി. പക്ഷെ അതിൽ നിന്ന് എന്ത് വലുത് വരാനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഭയങ്കര ഓക്കെ, മിസ്സിംഗ് സാറേ. ഒരു മിനിറ്റ്. ഇതിന്റെ പരിഹാരം എനിക്കറിയാം എന്തുകൊണ്ട് ജിഷയ്ക്ക് വരാൻ പറ്റിയില്ലെന്ന്. കാരണം ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഇപ്പൊ പബ്ലിക്കായിട്ട് ഞാൻ പറയുന്നില്ല. എനിക്കറിയാം. ജിഷ ഇപ്പോ ഏത് ക്ലാസ്സിലാണ് പങ്കെടുക്കുന്നുള്ളത്? ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ. അതല്ലാതെ വേറെ ഏത് ക്ലാസ്? വേറെ ഇല്ല. ഓക്കെ, ഇന്ന് തീരുമാനിക്കുക. ഈ മാസത്തെ വരുന്ന ഏതെങ്കിലും ഒരു പെയ്ഡ് ക്ലാസ്സിൽ ജിഷ കയറുക. ഏതായാലും കുഴപ്പമില്ല. ഏതായാലും കുഴപ്പമില്ല. ഏതിൽ വേണം കയറിക്കോ. പ്രസിദ്ധ സംസാരിച്ച് കയറിക്കോ. ചില കാര്യങ്ങൾ നിങ്ങളെ ആ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കാനുണ്ട് എനിക്ക്. അങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. നിങ്ങൾക്ക് 1 to 1 പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കി എടുത്ത് ഏത് ക്ലാസ്സിൽ ചെന്നാലും ഞാനത് പഠിപ്പിച്ചു തരാം. അത് മനസ്സിലാക്കി എടുത്താൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ എല്ലാത്തിനും പുറത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയല്ല യഥാർത്ഥ ബിസിനസിന്റെ രീതി എന്ന് മനസ്സിലാക്കിയാൽ. അതുകൊണ്ടാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് എത്താൻ പറ്റാതിരുന്നത്. കാരണം ഹീൽ ചെയ്യപ്പെടാൻ നിങ്ങളെ പറ്റുന്ന പരുവത്തിലായിട്ടില്ലായിരുന്നു. തൃശ്ശൂർ നമ്മളെല്ലാവരും ഹീൽ ചെയ്തതാണ്. ഹീൽ ചെയ്യാൻ പറ്റുന്ന പരുവത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ അവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. അതെനിക്ക് ഇച്ചിരി എല്ലാം പറഞ്ഞപ്പോ മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ആദ്യം ഞാൻ നിങ്ങളെ ട്യൂൺ ചെയ്യട്ടെ, എന്നിട്ട് ഹീൽ ചെയ്ത് തരാം. ശരി സാറേ, താങ്ക് യു. പറഞ്ഞു. അടുത്ത നമുക്ക് മറ്റേ ക്ലാസ് നമുക്കിത് പ്രാണാസ്റ്റോൺ മെഡിറ്റേഷൻ ഉണ്ട്, അവിടെ പോകണം. പിന്നെ ഹിപ്നോസിസ്, ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അങ്ങോട്ട് പോകണം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും ഇപ്പൊ പറയാം. നോക്കൂ, നിങ്ങളെല്ലാവരും ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്, മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. ജീവിതത്തെ നിങ്ങൾ ഒരു ക്യാൻവാസിലേക്ക് പകർത്തണം. നിങ്ങൾ ആവേണ്ടത്, നേടേണ്ടതിനെ നിങ്ങൾ ഒരു ക്യാൻവാസിലേക്ക് പകർത്തി എടുക്കുക തന്നെ വേണം. അതിന് പറയുന്ന പേരാണ് വിഷൻ. അതിന് പറയുന്ന പേരാണ് വിഷൻ ബോർഡ് അഥവാ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ ബിസിനസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം, സമാധാനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇതൊന്ന് നിർബന്ധമായിട്ട് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ലക്ഷ്യം വേണം. എന്തിനാണ് ഞാൻ എന്നെ പാകപ്പെടുത്തുന്ന ചോദ്യത്തിന് ഉത്തരം നമ്മളിൽ വേണം. അപ്പൊ ഇന്ന കാര്യം നേടാനാണ് എനിക്ക് എറണാകുളത്ത് പോകണമെന്ന് വിചാരിക്കുന്നത് എളുപ്പമാണ്. പക്ഷെ എന്തിന് എറണാകുളത്ത് പോകുന്നു എന്നൊരു ഉത്തരം വേണം. അതില്ലാതിരുന്ന എറണാകുളത്ത് പോയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നമ്മൾ വിഷൻ ബോർഡ് 2026 അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാവരും നിങ്ങളിൽ അത്രയും കാശില്ല എന്ന് ആര് വിചാരിക്കുന്നുണ്ടെങ്കിലും അവരെന്നോട് പറഞ്ഞാൽ മതി, സാറേ 4444 തരാൻ എൻ്റെ പൈസ ഇല്ല എന്ന് ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാം. എന്നാലും നിങ്ങളതൊക്കെ എല്ലാവരും ജോയിൻ ചെയ്യണം. ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് എഴുതി വെക്കണം, പുസ്തകത്തിൽ എഴുതി വെക്കണം എനിക്ക് എന്താണ് വേണ്ടത്. എന്നിട്ട് 2026 അത് നിങ്ങൾ നേടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറ, സാറേ ഒരു മാറ്റം നേടാൻ പറ്റിയില്ല, 2026 ലാസ്റ്റ് നിങ്ങൾ വന്നാൽ ആ തന്ന പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും. പൈസ തന്നവര് ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ ക്ലാസ്സിൽ നിർബന്ധമായി പങ്കെടുക്കണം. ഞാൻ നിർബന്ധം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, വളരെ നിർബന്ധമുള്ള കാര്യം. കാരണം ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ജീവിതത്തിൽ സന്തോഷം അതൊക്കെ നേടി എന്നൊക്കെ പറയുന്നത് അത് യഥാർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച് നേടിയതാണ്. അല്ലാതെ വെറുതെ പോകുന്ന സമയത്ത് വീണ് കിട്ടിയതല്ല. നിങ്ങൾ ആഗ്രഹിച്ച് നേടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയുമുള്ള ആഗ്രഹങ്ങൾ നേടണ്ടേ? അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹം? ആ ആഗ്രഹങ്ങൾ ശരിയാണോ? ശരിയായ രീതിയിൽ നിങ്ങളുമായിട്ട് അലൈൻ ചെയ്തിരിക്കുന്ന ആഗ്രഹങ്ങളാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ വിഷൻ ബോർഡ് എന്ന് പറയുന്ന സംഭവം തന്നെ നിങ്ങൾക്ക് വേണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നണ്ട.
അങ്ങനെ ഒരു സംഭവമേ അല്ല. അത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തെ മുൻകൂട്ടി നമ്മൾ എഴുതി വെക്കുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ കർമ്മ എന്ന് എപ്പോഴും കേട്ടിട്ടില്ലേ? നീ എന്ത് ചെയ്യുന്നുവോ അതിന്റെ ഫലം നീ അനുഭവിക്കും. ഇതാണ് കർമ്മ എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ കേട്ടിരിക്കുന്നത് എന്ത് ചെയ്തിട്ടെന്താ അതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വരും എന്ന് കേട്ട് അതേ സാധനം തന്നെയാണ്. അപ്പൊ ഈ കർമ്മ നമ്മൾ മുമ്പേ ഡിസൈഡ് ചെയ്താലോ? എന്റെ കർമ്മവും കർമ്മത്തിന്റെ ഫലവും ഞാൻ മുമ്പേ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ലഭിക്കില്ലേ? തീർച്ചയായിട്ടും ലഭിക്കും. അതിൽ യാതൊരു തർക്കവും ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്താവണം എന്നത് ഇതിൽ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഇത്രയും ആൾക്കാരിൽ ഒരാൾക്ക് പോലും 4404 രൂപ അടക്കാൻ പറ്റാത്തവരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ചാരിറ്റിയിൽ നിന്ന് തരാം നിങ്ങൾക്ക്. നിങ്ങൾ ചാരിറ്റിയുടെ ഭാഗമായിട്ടെങ്കിലും നിങ്ങൾ ചെയ്തോളൂ. അത് കുഴപ്പമില്ല. ചാരിറ്റിയുടെ ട്രഷറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവർ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് പൈസ തരും. അത് വെച്ചിട്ട് ആരും ഞാൻ ഇല്ല സാറേ എന്ന് പറഞ്ഞിട്ട് ആരും വരണ്ട. ഞാൻ ആദ്യം നിങ്ങളുടെ റേഷൻ കാർഡ് അടക്കം ഞാൻ അന്വേഷിച്ച് നോക്കും, എന്നിട്ട് തരത്തുള്ളൂ, വെറുതെ തരില്ല. അങ്ങനെയുണ്ട്, അത്രയും ഉണ്ട്. എന്നാൽ പോലും നിങ്ങൾ പങ്കെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ പോലും, അല്ലെങ്കിൽ ഇതുപോലത്തെ മറ്റേ ആൾക്കാരുണ്ട്, ഇത്രയും ഇല്ലാത്തവരാണെങ്കിൽ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. കാരണം ഇത് വളരെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പേര് കേട്ടിട്ട് ഒന്നും പേടിക്കണ്ട. വിഷൻ ബോർഡ് എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എഴുതുന്നു, എഴുതിയ പോലെ ജീവിതം മാറും എന്നത് 100% ഉറപ്പാണ്. ഇത് ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിച്ച കാര്യമാണ്. നമുക്ക് പലർക്കും അത് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ ഇപ്പൊ പങ്കെടുത്ത എല്ലാവരോടും പറയണം, ഇന്ന് തന്നെ ഈ ഡിസംബർ 5-ാം തീയതി 6-ാം തീയതി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഓ അപ്പോൾ ഇതൊന്ന് പറയാൻ കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ളവരെല്ലാം സംസാരിച്ചോളൂ. ഒരുപാട് ആൾക്കാർ എന്റെ ഇപ്പോഴും ഉള്ള കൺഫ്യൂഷൻ ബാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഉത്തരം കൂടി നിങ്ങൾ എല്ലാവരും പിന്നെ ആയിട്ടും ഗ്രൂപ്പിലായിട്ടൊക്കെ പറയണം. ഞാൻ ഈ ഫ്രീ സെഷൻ ഇങ്ങനെ ലോങ് വീഡിയോ ഇനിയും വേണോ, അല്ല പെയ്ഡ് സെഷൻസ് മാത്രം എടുത്താൽ മതിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം ഫ്രീ സെഷൻ എടുക്കുമ്പോഴുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെയ്ഡ് സെഷൻസ് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യത്തിലാണ്. നിങ്ങൾ എല്ലാവരും ഓക്കെ പറഞ്ഞാലാണ്, നിങ്ങൾ എല്ലാവരും കമന്റ് ആയിട്ട് ഓക്കെ പറയണം. ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ആഴ്ചയിൽ മൂന്ന് സെഷൻസ് ലോങ് സെഷനായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് നിങ്ങൾക്ക് 3 ക്ലാസ് ആഴ്ചയിൽ തരാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം ഇടവിട്ടിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ബാക്കി എല്ലാ ദിവസവും പെയ്ഡ് ക്ലാസ്സുകൾ, അതായത് നിങ്ങൾ ഓരോ ക്ലാസ്സുകൾ ചെയ്ത ക്ലാസ്സുകൾക്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ്, പെയ്ഡ് ചെയ്തവർക്ക് എല്ലാ ദിവസവും ക്ലാസ്സിൽ ഇരിക്കാം, സാറിന്റെ കൂടെ ഇരിക്കാൻ, സംസാരിക്കാൻ. നമ്മൾ ക്ലാസ് എടുക്കാൻ വേറെയും 2-3 കോച്ചുമാർ വരുന്നുണ്ട്. അവരെല്ലാം ക്ലാസ് എടുക്കും, ഞാനും കൂടെ ഉണ്ടാവും. മെഡിറ്റേഷൻ രാവിലെ എല്ലാവരും പങ്കെടുക്കണം. പിന്നെ ഇത് ഓക്കെ ആണോ നിങ്ങൾ പറയണം. 3 സെഷൻ മതിയോ നിങ്ങൾ ഫ്രീ ആയിട്ട് യൂട്യൂബിലേക്ക്? ബാക്കിയുള്ള ദിവസം അതിനൊന്ന് വീണ്ടും റിവേഴ്സ് ചെയ്ത് കണ്ടാൽ മതിയല്ലോ. എല്ലാവരും ഒന്ന് കമന്റ് ആയിട്ട് താഴെ പറയും. ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടി കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തിക്കോളൂ. ആഴ്ചയിൽ 3 സെഷൻ ഫ്രീ ആയിട്ട് ലോങ് സെഷൻ തന്നാൽ മതിയോ? യെസ് ഓർ നോ, യെസ് ഓർ നോ ടൈപ്പ്. ഒച്ച ഉണ്ടാക്കരുത്. യാട, മലയാളത്തിൽ യാട എന്താണത്? യാട ടൈപ്പ് ചെയ്ത് മാറി. ബാക്കിയുള്ള ദിവസം നിങ്ങൾ യൂട്യൂബിലേക്ക്, യൂട്യൂബിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ യൂട്യൂബിൽ ചെറിയ ചെറിയ വീഡിയോസ് വരും. പിന്നെ രണ്ടാമത്തെ, ഓക്കെ, താങ്ക് യു. എല്ലാവരും യൂട്യൂബുകാരും മറുപടി പറയും കേട്ടോ. യൂട്യൂബിൽ ഞാൻ ഇതിടുമ്പോൾ നിങ്ങൾ എല്ലാവരും താഴെ യെസ് ഓർ നോ മറുപടി പറയാൻ, വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിലും പറയണേ. രണ്ടാമത്തെ കാര്യം, പെയ്ഡ് സെഷൻസ്, നമ്മുടെ കോച്ച് ക്ലാസ്സുകൾ, ലോ ഓഫ് അട്രാക്ഷൻ, ജേർണി ടു ഹാപ്പിനെസ്, ട്യൂൺ യുവർ മൈൻഡ് സെറ്റ്, മാസ്റ്റർ യുവർ മൈൻഡ്, ഹിപ്നോസിസ്, ലോ ഓഫ് അട്രാക്ഷൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജേർണി ടു സക്സസ്, അങ്ങനെ 10-25ഓളം കോഴ്സുകൾ നമ്മളുണ്ട്. ഈ കോഴ്സുകളെല്ലാം ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ജേർണി ടു ഹാപ്പിനെസിന്റെ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക്, ഇതുവരെ ഇപ്പൊ എല്ലാവരും ആപ്പിലാണ് ചെയ്യുന്നത്, ആപ്പിൽ നിന്ന് മാറ്റി, ആപ്പിലുണ്ടാവും, ആപ്പിലുള്ളത് നിങ്ങൾക്ക് ലൈവായിട്ടും കൂടി പഠിപ്പിച്ചു തരും. എല്ലാ തിങ്കളാഴ്ചയും ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാ ബുധനാഴ്ചയും ജേർണി ടു ഹാപ്പിനെസിന്റെ ക്ലാസ് ഉണ്ടാവും. എല്ലാ ബുധനാഴ്ചയും ജേർണി ടു ഹാപ്പിനെസ് ഉണ്ടാവും. എല്ലാ വ്യാഴാഴ്ചയും ട്യൂൺ യുവർ മൈൻഡ് സെറ്റ്. അങ്ങനെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്ക് എന്നും ഇവിടെ ക്ലാസ് ഉണ്ട്.
എല്ലാവരും ക്ലാസ് ജോയിൻ ചെയ്യുക. വിഷൻ ബോർഡിന്റെ ക്ലാസ് വേറെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. വിഷൻ ബോർഡിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് റിലേഷൻഷിപ്പ് മാസ്റ്ററി ക്ലാസ് വേറെ തന്നെയാണ് തുടങ്ങുന്നത്. അതിന്റെ കമ്മ്യൂണിറ്റി വേറെയാണ്. ഈ കമ്മ്യൂണിറ്റിയിലല്ല, അതിന് വേറെ തന്നെ കമ്മ്യൂണിറ്റി ലിങ്ക് നിങ്ങൾക്ക് വരും. അതുമായി ബന്ധപ്പെട്ട് അതുമായിട്ട് താല്പര്യമുള്ള ആൾക്കാർ മാത്രം ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ് പോകുന്നത്. ആ കമ്മ്യൂണിറ്റിയിൽ ഡിഫറെന്റ് ആയിട്ടാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. കഴിവതും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെയും കൂടി ജോയിൻ ചെയ്യിപ്പിച്ച ക്ലാസ് കാണാൻ ശ്രമിക്കുക. അവിടെ പെയ്ഡ് ക്ലാസ്സുകളാണ്. ഫ്രീ ക്ലാസ്സുകളൊക്കെ അപ്പുറത്തും പെയ്ഡ് ക്ലാസ്സുകൾ ഉണ്ടാവുന്നത്. കാരണം അത് സൈക്കോളജിക്കലായിട്ട് ഒരു ഫാമിലി എങ്ങനെയാണ് മാറ്റപ്പെടുത്തുന്നതൊക്കെ കൃത്യമായി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അത് റെക്കോർഡും ഉണ്ടാവും, മറ്റതും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. കാരണം ഫാമിലി ഈസ് ഫണ്ടമെന്റൽ ഫോർ എന്താ പറയുക, ഫാമിലിയുടെ കണക്ഷൻ ആണ് ഏറ്റവും വലിയ വിജയത്തിന് അടിസ്ഥാനം എന്ന് അറിയുക. അതുകൊണ്ട് റിലേഷൻഷിപ്പ് ശരിക്കും പഠിക്കണം, അറിയണം. നമുക്ക് 2-3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്ലാസ് എവിടെ എത്രയൊക്കെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നൊക്കെ ഞാൻ വിശദമായി വീഡിയോ ചെയ്തിടാം. ഓക്കെ, മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ തന്നെ മറന്നുപോകും എന്തൊക്കെ പറയാമെന്ന്. സാർ മണി മാനിഫെസ്റ്റേഷൻ ഞാൻ ഡൗട്ട് ഇട്ടിട്ടുണ്ട് സാർ. സമയം കിട്ടുമ്പോൾ ഇന്ന് ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷെ ഞാൻ മറുപടി പറയാം. ഓക്കെ. മണി മാനിഫെസ്റ്റേഷൻ ഞാൻ കോഴ്സ് ഇതെല്ലാം എന്താ അറിയോ, ഇങ്ങനെ ഒന്നൊന്നായിട്ട് പോകുമ്പോൾ മറന്നു പോകുന്നു പലപ്പോഴും പറയാൻ വന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതൊക്കെ. യെസ്, എന്തെങ്കിലും ഡൗട്ട്, വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്താണ് നമുക്കിനി എപ്പോഴാണ് ക്ലാസിന്റെ എങ്ങനെയാണ് ഞാൻ അറിയാം? രഹനയാണ്. ക്ലാസ് ഏത് ക്ലാസ്സിലാണ് ഞാൻ ഗ്രൂപ്പിലുണ്ടല്ലോ, join നമ്മുടെ ചെയ്യേണ്ടത്? ഗ്രൂപ്പിലുണ്ടല്ലോ. ഇപ്പൊ ഞാന് വാട്സപ്പിൽ വന്ന ആ ഗ്രൂപ്പിൽ വരുമോ അല്ലെ? അതിൽ തന്നെ റഹനെ വിഷൻ ബോർഡ് ചെയ്യുന്നുണ്ടല്ലേ പറഞ്ഞത്? ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് അഡ്മിനോട് പറഞ്ഞിട്ട് മനസ്സിനെ സമാധാനപ്പെടുത്താൻ ജേർണി ടു ഹാപ്പിനെസ്സോ മറ്റേ കോഴ്സ് ഇപ്പൊ തന്നെ എടുക്കൂട്ടോ. ഈ മാസം തന്നെ നല്ല മാറ്റം തുടങ്ങാം. ഓക്കെ, ശരി, താങ്ക് യു. ഹലോ സാർ, ഞാൻ സുഹറയാണ്. സുഹറ സാറേ, ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ശരിയായി സാറോട് പറഞ്ഞിരുന്നു. ഒരുപാട് മാറ്റങ്ങളുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മാറ്റങ്ങളുണ്ട്. സന്തോഷം, പറഞ്ഞു. എനിക്കത് കേൾക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇനിയും ബിസിനസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മനസ്സിൽ കുറെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ചെയ്യണം സുഹൃ. പിന്നെ അന്നൊരു ദിവസം അന്ന് ഞാൻ 2 വാതിൽ വെക്കാൻ ഒരു ഫ്രിഡ്ജ് കിടന്നൊക്കെ വെക്കണം എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചു. കുറെ ദിവസമായി അത് ശരിയാക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വിചാരിച്ചു സാറിന്റെ ടെക്നിക്ക് ഉപയോഗിച്ചാലോന്നേ. അപ്പൊ അഫർമേഷൻ ഒക്കെ എഴുതി വിശ്ലേഷണം അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ വെച്ചതുപോലെ ഞാൻ ചെയ്തപ്പോ ഒരു കുറി അടിക്കാണ്ടായിരുന്നു. അപ്പൊ കുറി കിട്ടിയതായിട്ട് കണ്ട കുറി 50,000 രൂപയുടെ കുറി കിട്ടി. അപ്പൊ വാതിലും ഫ്രിഡ്ജൊക്കെ വെച്ച മോനക്ക് 20,000 രൂപ കൊടുക്കാണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് റെഡിയായി. അതേപോലെ സംഭവിച്ചു. ഞാൻ എല്ലാ കുറി എനിക്ക് ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. കുറി 50,000 രൂപയുടെ, അതേപോലെ അതിന്റെ മുന്നേ 20,000 രൂപയുടെ, പിന്നെ ഒരു കുറി 25,000 രൂപയുടെ ഞാൻ വെച്ച്, പിന്നെ ഒരു 50,000 രൂപയുടെ കുറി ഞാൻ തന്നെ തുടങ്ങി വെച്ച്. ഇത് വേറെ ആളെ കുറി ചേർന്നാണ്. അങ്ങനെയൊക്കെ സാറിന്റെ ക്ലാസ്സിൽ വന്നതിന്റെ ശേഷമാണ് അങ്ങനെ ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മാറ്റം. പിന്നെ 1212 എന്നുള്ള ടെക്നിക്ക് നമ്പർ ഉണ്ടല്ലോ, അതിട്ട് അങ്ങനെ കുറെ കുറിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബിസിനസ്സിൽ ലാഭമുണ്ട്, ഒരു ജോലി ഉണ്ട്. ഇനിയൊരു ബിസിനസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുഹറ ഈ പറയുമ്പോ നിങ്ങൾ കാണുന്ന സുഹറ അല്ല കേട്ടോ. സുഹറയ്ക്ക് ഒരു മാറ്റം വന്നപ്പോ സുഹർ 100 പേർക്ക് ആ മാറ്റം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. സാധാരണ ഉള്ള ഒരാളല്ല സുഹറയ്ക്ക് മാറ്റം ഉണ്ടായി. അതുമാത്രമല്ല, സുഹറ ഇത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് മാറ്റം ഉണ്ടാക്കിക്കാണെന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിലേക്ക് വരാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിലേക്ക് ഒരാളെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് കൊണ്ടുവന്നു. സാറിന്റെ അടുത്ത് എത്തിയാൽ മതി, നിന്റെ പ്രശ്നം തീർന്നു. ധനുഷനെ കൊണ്ടുവന്നു. ധനുഷയ്ക്ക് വലിയ പ്രശ്നത്തിലൂടെ വന്നപ്പോ ധനുഷനെ പറഞ്ഞു കൊണ്ടുവന്നു. ധനുഷ പോലും ഞെട്ടിപ്പോയി അല്ലേ? ധനുഷയുടെ വലിയൊരു പ്രശ്നമായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മറ്റുള്ളവർ കേട്ടിട്ടുണ്ടാവും. ഞാനത് പറയാം. റേഞ്ച് പോയിട്ട് പോയോ? റേഞ്ച് പോയോ? ഹലോ സാർ. ധനുഷ അത് പറഞ്ഞു. ഷുഹറക്ക് നെറ്റിന്റെ പ്രശ്നമുണ്ട്. ഷുഹറ കൊണ്ടുവന്നതാണ് ധനുഷിന്റെ വലിയൊരു പ്രശ്നമായിരുന്നു, ഒരു വഴിയുടെ പ്രശ്നം. അതുമായിട്ട് എന്നും ടെൻഷനിലായിരുന്നു ധനുഷ ഉണ്ടായിരുന്നു. പക്ഷേ അത് മിറാക്കിൾ എന്ന് പറയട്ടെ, നമ്മുടെ തൃശ്ശൂർ പ്രോഗ്രാം കഴിഞ്ഞ് ഉടനെ തന്നെ ധനുഷയ്ക്ക് വീട്ടിൽ നിന്ന് ഫോൺ വന്നു, വഴിയുടെ പ്രശ്നം സോൾവ് ചെയ്തിരിക്കുന്നു, അവർ വഴി തരാമെന്ന് സമ്മതിച്ചിരിക്കുന്നുണ്ട്.
ധനുഷ ഓടി വന്ന് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ വന്ന കാര്യം ശരിയായി, എന്റെ ഒറ്റ ടെൻഷൻ ഇതായിരുന്നു. അത്രയും മാറ്റം ഉണ്ടാക്കാൻ കാരണക്കാരിയായ ആളാണ് സുഹറ എന്ന് പറയുന്നത്. സുഹറയുടെ ചുറ്റുവട്ടം കൂടിയവർക്ക് എല്ലാവർക്കും സുഹറ മാറ്റം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആയിരിക്കണം ആൾക്കാർ. സന്തോഷം. സുഹറ ധനുഷയ്ക്ക് വേണ്ടി പേയ്മെന്റ് അടക്കം സുഹറയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു പിന്നെ വാങ്ങിക്കാം അവളോട് എന്ന് പറഞ്ഞിട്ട്. അത്രയും നല്ല നന്മ ചെയ്യുന്ന മനസ്സാണ്. അതുകൊണ്ട് എന്തായാലും അവിടെ മാറ്റം ഉണ്ടാവണം അല്ലെ. ഞാൻ നിങ്ങളോട് എപ്രകാരമാണോ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുന്നു എന്നറിയുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു വെരി മച്ച്. പറഞ്ഞു ശശി വല്ലി പറഞ്ഞു. എന്താ അവിടെ അച്ഛനും മോനും അമ്മയും തമ്മിൽ എന്താ പരിപാടി? അച്ഛനും മോനുണ്ട്. പറഞ്ഞു. ഇല്ല, പരിപാടിയൊന്നും ഇല്ല. അത് ഞെക്കുവാ. അത് ഞെക്കാൻ എനിക്ക് അറിയില്ല. ഞെക്കുവാണ് സാറേ. ഒത്തിരി സന്തോഷം. ഈ യൂട്യൂബിൽ കണ്ടപ്പോൾ അത്രയൊന്നും മനസ്സിലായില്ലായിരുന്നു. പക്ഷെ തൃശ്ശൂര് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു പകുതി അന്നേരം മനസ്സിലായുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് ഈ അഫർമേഷൻ എഴുതുന്നത് സാർ പറഞ്ഞതുപോലെ ഒന്നുമല്ല ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. ഈ യൂട്യൂബിൽ കണ്ട് ഇങ്ങനെ എഴുതുന്നതൊന്നും എനിക്ക് അത് അത്രയൊന്നും ശരിയല്ല. ഇപ്പോഴാണ് 3 ദിവസം ആയതേ ഉള്ളൂ ഞാൻ ഈ അഫർമേഷനൊക്കെ ഇതുപോലെ എഴുതാൻ തുടങ്ങിയത്. പക്ഷെ എനിക്ക് ഒത്തിരി സന്തോഷം സാറിനെ വന്ന് കണ്ടത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്ന്. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇനി സാറിന്റെ മീറ്റിംഗ് എവിടെയുണ്ടെങ്കിലും നമുക്ക് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും സന്തോഷമാണ്. ഞങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു. എന്റെ മോനാണെങ്കിൽ എവിടെ ജോലിക്ക് പോയാലും തിരിച്ച് വീട്ടിലോട്ട് പോരുവാണ്. എവിടെ പോയാലും തിരിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ ഞാൻ പോരുവാ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോരുവാണ്. അങ്ങനെയെല്ലാം വന്ന് ഒത്തിരി എന്റെ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര, എന്റെ മോന്റെ കാര്യം ഓർത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആ സങ്കടം ഒന്നുമില്ല. ഒരു ജോലി കിട്ടും എന്നുള്ള ആ ഉറപ്പിൽ ഞാൻ ഇരിക്കുകയാണ്. ഉറപ്പാണ്, എനിക്കത് ഉറപ്പാണ് ഭയങ്കര. അതുപോലെ തന്നെ ഞങ്ങള് ക്യാമറ മേടിച്ച് ഞാൻ അച്ഛനോട് ചോദിച്ചു, സാറ് ചോദിച്ചപ്പോ അത് പറയാതിരുന്നെന്ന്. 3 മാസമായി മേടിച്ചിട്ട്. ആകെ മൊത്തം 5 ദിവസമേ അത് ഓടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ആ വണ്ടി ഇവിടെ കിടക്കുവാണ്. പക്ഷെ ഇന്നിപ്പോ ഒരു വർക്കിന് പറഞ്ഞിട്ട് നാളെ അവർ സംസാരിക്കാന്നാണ് പറഞ്ഞത്. അതൊക്കെ തൃശ്ശൂര് വന്നത് ഒരു വലിയ വർക്കാണ്. അത് സംസാരിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കിട്ടും എന്നുള്ള നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നാളെ അത് സംസാരിച്ചത് ശരിയാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കിട്ടി എന്നുള്ള പ്രതീക്ഷയിലിരിക്കും. അതെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര, എനിക്കതെന്റെ എന്റെ മനസ്സിന് തന്നെ അല്ല ഞാൻ ദൈവമേ ഞങ്ങൾക്ക് കിട്ടിയില്ല, എന്റെ കുഞ്ഞിന് ജോലി കിട്ടണേ. ഇപ്പൊ ഞാൻ അതൊന്നുമില്ല, അങ്ങനെ പ്രാർത്ഥിക്കുന്നേ ഇല്ല. സാറിനെ വന്ന് കണ്ട് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല സാർ. എനിക്ക് ഭയങ്കര സന്തോഷം. ഈ യൂട്യൂബിൽ സാറിനെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ സാറിനെ അവിടെ വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ഈ സാറിന്റെ സംസാരം എല്ലാം കേട്ടപ്പോഴത്തേക്കും പ്രസീത മാമിനെയൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര, എന്റെ മനസ്സിനത് ഭയങ്കര ഒരു സന്തോഷം. അവരെല്ലാം കണ്ടപ്പോ ഓർത്ത് അയ്യോ ഇത് കുഴപ്പമില്ല, എനിക്കത് വല്ല പറ്റിയതാണല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ ഇവിടെ വന്ന് സാറിനെ കണ്ടത് സാറിന്റെ എന്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കും അയ്യോ ഞങ്ങൾക്കതില്ലല്ലോ എങ്ങനെയുള്ളതായിരുന്നു എന്റെ മനസ്സിൽ എപ്പോഴും ചിന്ത. ഇപ്പൊ അതൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ചിന്ത എന്റെ മനസ്സിൽ നിന്ന് പോയി. പക്ഷെ പിന്നെ കുറച്ച് ദേഷ്യമൊക്കെ കുറച്ചുണ്ട്, അത് തീർത്തും പോയില്ല. പക്ഷെ അത് മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ പോകുന്നുള്ള അതിൽ ഞാൻ ഇരിക്കുവാണ്. അല്ലാതെ എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി സാറേ. ഭയങ്കര സന്തോഷമായി. സാറിനെ കണ്ടത് തൃശ്ശൂർ അച്ഛൻ ഇരുന്നപ്പോ അച്ഛൻ ആദ്യം ഒന്നും മനസ്സിലായില്ല, ഇത് എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് പരിപാടി, ഒന്നും മനസ്സിലായില്ല. അച്ഛൻ അതൊന്നും അറിയത്തില്ല. അച്ഛൻ ഇപ്പോഴും പറയും നീ ക്ലാസ് കേട്ടോ, എനിക്കത് അറിയത്തില്ല, നീ ക്ലാസ് കേട്ടോ, ഞാൻ എവിടെ വേണേലും പോരാ, സാറിന്റെ ഇത് ക്ലാസ് ഉണ്ട്, ഞാൻ എവിടെ വേണേലും പോരാ, പക്ഷെ നീ അത് കേട്ടോ, എനിക്കതൊന്നും അറിയത്തില്ല, ഞാൻ എവിടെ വേണേലും പോരാമെന്നാണ് അച്ഛൻ പറയുന്നത്. ബ്രേസ്ലെറ്റ് കയ്യിലിട്ട് തന്നതിന് ശേഷം ആൾക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ ഒത്തിരി മാറ്റം വന്നു. ഇവിടെ വന്ന് ഒത്തിരി മാറ്റം വന്നു സാറേ. അയ്യോ ഭയങ്കര സന്തോഷം. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഭയങ്കര ഒരു സന്തോഷം. ഭയങ്കര ഒരു കൊച്ചു മോളെ ഇഷാനി ഇങ്ങോട്ട് വന്നേ, ചേട്ടാ സാറ് വിളിക്കുന്നു, ഓടുക സാറ് വിളിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കുള്ളൂ. സാറിന് നമസ്കാരം പറഞ്ഞു. നമസ്കാരം. ഉറക്കെ പറയാ. ഇരിക്കുവായിരുന്നു. വെറുതെ ഇരിക്കേ? ഒന്നും കളിക്കാതെ വെറുതെ ഇരിക്കാണോ? നീ ഒരു കാര്യം ചെയ്യ, അച്ഛന്റെ മുകളിൽ കേറിയിട്ട് കുതിര കളിക്കും കുറച്ച് നേരം കേട്ടാ. വെറുതെ ഇരിക്കണ്ട.
എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അച്ഛനോട് പറ കുതിര കളിക്കണം, ആന കളിക്കാലോ എന്നൊക്കെ പറഞ്ഞ അച്ഛനൊന്ന് കുറച്ചും കൂടി അനക്ക് അവിടെ വെറുതെ ഇരിക്കല്ലേ അച്ഛനും, അല്ലേ? ചെവിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ആനയുടെ ചെവിയൊക്കെ പിടിച്ചു പോകുന്നതിലൊക്കെ ചെയ്യും. ആനകളിയൊക്കെ കളിക്കട്ടെ. പാവണച്ഛൻ. ഇതാ ഹാപ്പി അല്ലേ മോള്? ഹാപ്പി ഹാപ്പി അല്ലേ? അല്ലേ? ഹാപ്പിയാ ഹാപ്പി അല്ലേ? അമ്മ വിളിച്ചോ? അമ്മ വിളിച്ചോ? ഹാപ്പി ആയ റെഡി. അമ്മ വിളിച്ചു വന്നു. ആ ഹാപ്പി അമ്മ ആണ്. വിളിച്ചായിരുന്നു. എന്ത് പറഞ്ഞു അമ്മ? അമ്മയോട് പറഞ്ഞോ? അങ്കിളിനെ കണ്ട കാര്യമൊക്കെ പറഞ്ഞോ? ചെറുതായിട്ടൊക്കെ പറഞ്ഞു. ചെറുതായിട്ടൊക്കെ പറഞ്ഞോളാം. ഉറക്കെ പറയണമെന്ന് പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞു അമ്മ? അമ്മ എന്ത് പറഞ്ഞു? സന്തോഷം പറഞ്ഞു. സന്തോഷാണോ അമ്മ? സന്തോഷമായെന്ന് പറഞ്ഞു. അമ്മ സന്തോഷത്തിലുണ്ടോ? ആ ഓ അതേന്ന് പറയാം. അങ്ങനെ തലയാട്ടരുത്. നല്ല കുട്ടി, നല്ല കുട്ടി, നന്നായി കേട്ടോ. എവിടെ ബ്രേസ്ലെറ്റ്? എവിടെ കയ്യിലിട്ടത്? ഇല്ലേ, ബ്രേസ്ലെറ്റ് കൊടുത്തില്ലേ മോക്കിയാൻ? അല്ല, മോൾക്ക് തന്നില്ല. അന്നേരം സാറ് പറഞ്ഞു മോൾക്ക് ഇല്ല, മോൾക്ക് ഇല്ലെന്ന് പറഞ്ഞു. സാറേ പിന്നെ എനിക്ക് ഈ ക്ലാസ്സിലെല്ലാം കേറിയപ്പോഴാണ് ഇതിന്റെ എല്ലാം യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും അതിന്റെ ഒന്നും അറിയത്തില്ല സാറേ. അത്രയും മനസ്സിലാകത്തില്ല. പക്ഷെ ക്ലാസ്സിലോട്ട് കയറി കഴിയുമ്പോഴാണ് ഇതിന്റെ ഇതിലോട്ട് എങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത്. നമ്മളല്ലാതെ നമുക്ക് ഈ യൂട്യൂബിലൊന്നും കണ്ടത്. അപ്പൊ ഞാൻ ആദ്യം സാറിന്റെ ക്ലാസ് കണ്ടപ്പോ അതൊന്ന് പറയട്ടെ സാറിനോട്. ക്ലാസ് കണ്ടപ്പോ ഇത് ശരിയാണോ, ഇത് ശരിയല്ലേ, അങ്ങനെ ഒരാഴ്ച 1.5 ആഴ്ച പോയി. പിന്നെ എന്നെ പ്രേരിപ്പിക്കും ഇത് കാണണം. അങ്ങനെയാണ് ഞാനിത് അത് കഴിഞ്ഞ ഈ ക്ലാസ്സിലോട്ട് കയറിയപ്പോഴാണ് എനിക്ക് ശരിക്കും ഇതിനെ പറ്റിയുള്ള ഒരു ഇത് വന്നത്. എന്നാലും ഒത്തിരി നന്ദിയുണ്ട് സാർ. നാളെ മോനൊരു ജോലിക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക സാറേ ഇവിടെ. അത് ശരിയാവുന്നല്ലേ പറഞ്ഞല്ലേ? അത് ശരിയാവുന്ന പറഞ്ഞല്ലോ. അതല്ല, അത് മോളുടെയൊക്കെ ഈ ജോലി, മോളുടെയൊക്കെ ഈ ക്രഷറിലൊക്കെ ഈ വർക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി, പേപ്പർ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ മോളുടെ വീട്ടിൽ. അപ്പൊ അവിടെ ചെല്ലാൻ പറഞ്ഞിരിക്കുക. ഇവൻ പോകുന്നോടം വരെ, ജോലിക്ക് പുറത്തോട്ട് പോകുന്നോടം വരെ അവിടെ ചെന്ന് ആ ജോലി ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഓ ശരി. അങ്ങനെ നേരത്തെ മോൻ ചെയ്തോണ്ടിരുന്നതായിരുന്നു. ആണോ? നേരത്തെ കോറിയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അതിന്റെ എല്ലാം പേപ്പർ വർക്കിനൊക്കെ മോൻ പോകുന്നതായിരുന്നു. അപ്പം അതെല്ലാം പോയി, അതെല്ലാം വലിയ ആൾക്കാരെ കയ്യിലായില്ലേ. ഇപ്പൊ മോളുടെ ഭർത്താവ് കോറിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇതിന്റെ പേപ്പർ വർക്കൊക്കെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. നല്ല കാര്യം. ഒത്തിരി സന്തോഷം. അച്ഛനോട് സ്പെഷ്യൽ അന്വേഷണം പറഞ്ഞു. അച്ഛനോട് സ്പെഷ്യൽ. അച്ഛൻ അങ്ങപ്പോ ഇരിക്കുക. ഒത്തിരി സന്തോഷം. സിന്ധു നിഷാദും കൂടി പറഞ്ഞിട്ട് പെട്ടെന്ന് തീർക്കാം. ഫൈനലി കൺക്ലൂഡ് ചെയ്യാം. സിന്ധു ഞാനുണ്ട്. നമസ്കാരം സാർ. സാർ 7 പക്ഷേ സാറിന്റെ ക്ലാസ്സിൽ വന്നേ പിന്നെ ഒരുപാട് മാറ്റങ്ങളാണ്. ക്യാഷ് ആയിട്ടും പിന്നെ എന്നിട്ട് പറയാ സാമ്പത്തികമായിട്ട് യാതൊരു ടെൻഷനും ഇതേവരെ സാറിന്റെ ക്ലാസ്സിൽ കയറിയ പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഒരുപാട് സാറ് പറഞ്ഞല്ലോ, അട്രാക്ഷനൊക്കെ ഒരുപാട് ചെയ്ത് ചേട്ടന് ലോട്ടറി 2-3 പ്രാവശ്യം ലോട്ടറി കിട്ടി. അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പിന്നെ മോൾക്ക് പറയാൻ അമ്മ പറഞ്ഞാ മതി. വർക്ക് എക്സ്പീരിയൻസ് പോയിട്ട് എ ഗ്രേഡ് കിട്ടിയാണ്. എ ഗ്രേഡ് കിട്ടിയോ? വെരി ഗുഡ്. ഞാൻ പിന്നെ അവിടെ ചെന്നിരുന്നപ്പോ തന്നെ തുടങ്ങിയ IR5 ഡിസിറ്റേഷൻ പറഞ്ഞ് എനിക്ക് എ ഗ്രേഡ് കിട്ടിയതാ. വെരി ഗുഡ്. അപ്പൊ ഇതൊക്കെ ശരിയാവുന്നുണ്ട് അല്ലേ? ഹാപ്പി ആണോ മോള്? ഹാപ്പി ആൻഡ് റെഡി ആണോ? ഹാപ്പി ആൻഡ് റെഡി. വെരി ഗുഡ്. ചേച്ചീനെ കൊണ്ടുവന്നായിരുന്നു. ചേച്ചിയാണെങ്കിൽ സ്ഥലത്തിന്റെ അവർക്ക് സ്ഥലമൊന്നും തിരിച്ചു കിട്ടാണ്ട് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. തൃശ്ശൂർ വന്ന് ക്ലാസ് ആളാക്കി ചെയ്തതിന് പിറ്റേ ദിവസം അവർക്ക് 5 സെന്റ് സ്ഥലം രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടി. അവരെ സ്വത്ത്. അപ്പൊ സ്വത്ത് തർക്കത്തിൽ കിടക്കായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം അവർക്ക് കുടുംബക്കാര് തന്നെ 5 സെന്റ് സ്ഥലം രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്തു. അവർക്ക് വീട് വെക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ആൾക്കത് പറയണമെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ വരണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു. ഇപ്പൊ മെഡിറ്റേഷന് കയറുമ്പോൾ ആൾ എന്തായാലും പറയുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അന്ന് സ്റ്റോൺ കൊടുത്ത്. അപ്പൊ അങ്ങനെ പിന്നെ അനീതി വന്നിട്ടുണ്ടായിരുന്നു. അനീതിക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു.
എനിക്ക് നല്ല മാറ്റങ്ങൾ കണ്ടിട്ടാണ് അവർ എന്നോട് ഇങ്ങനെ ചോദിച്ചത്. അവർ ആദ്യം എന്നോട് ചോദിച്ചു ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഇത് വല്ല ബിസിനസ് ആണോ, ഞങ്ങൾ വേറെ എന്തെങ്കിലും കാശ് ഇറക്കണോ എന്നൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ കണ്ടിട്ട് ഞാനിപ്പോ എങ്ങനെയാ ആദ്യത്തെ പോലെ അല്ലല്ലോ, എനിക്കിപ്പോ ഞാൻ അങ്ങനെ ടെൻഷനും കാര്യങ്ങളും ഒന്നും പറയാറില്ല, എപ്പോഴും ഹാപ്പിയാണ്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ അവർക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പൊ അവര് വേഗം ക്ലാസ്സിൽ വന്ന് തൃശ്ശൂർ. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ ഇല്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മുന്നേ 7,000 രൂപ, കറക്റ്റ് 7,000 രൂപ കിട്ടി. കറക്റ്റ് 7,000 രൂപ ലോട്ടറി എന്ന് വെച്ചാൽ 2-3 ലോട്ടറി 2,000 വെച്ച് 7,000 രൂപ ആഴ്ച തന്നെ കിട്ടി. അപ്പൊ തന്നെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പൊ ചേച്ചിക്ക് നല്ല വിശ്വാസമാണ്. ചേച്ചിക്ക് ഇപ്പൊ സ്ഥലം കിട്ടിക്കാനും ഭയങ്കര സന്തോഷാ. പിന്നെ അനിയത്തിക്കാണെങ്കിലും ഒരുപാട് ജോലി സ്ഥലത്ത് കുറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് അതൊക്കെ ഒന്ന് ഒഴിവായി ആളൊന്ന് സെറ്റിലായി വരുന്നുണ്ട്. അപ്പൊ അറിയാം സ്റ്റോൺ എനിക്ക് ബ്രേസ്ലെറ്റ് കിട്ടിയവരെ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യത്തെ പോലെ ടെൻഷനൊന്നും ഇല്ല എന്ന് പറയാ. അപ്പൊ അവരിപ്പോ ക്ലാസ് ഇപ്പൊ മെഡിറ്റേഷൻ ഉണ്ടല്ലോ, അവരതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ നല്ല ഹാപ്പിയാണ്. സാറിന്റെ ക്ലാസ്സിൽ വന്നേ പിന്നെ എനിക്ക് മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റങ്ങളാ ഒരുപാട് ഉണ്ടായിക്കിടത്. ഇത്ര നാള് ഞാൻ ജീവിച്ച പോലെയല്ല ഇപ്പൊ ജീവിക്കണേ. അപ്പൊ ഒരു കാര്യം ഞാനോട് ചേർത്ത് ചോദിച്ചു പോയിക്കോട്ടെ. സാർ സിന്ധുവിന് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് എത്ര രൂപ ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട്? ഞാൻ 2-3 ക്ലാസ് ഒക്കെ പെയ്ഡ് ക്ലാസ്സിൽ ഇട്ടിട്ട് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അല്ല, ഇവിടെ ഈ റിസൾട്ട് ഉണ്ടായത് വലിയ എമൗണ്ട് തന്നതിന് ശേഷമാണോ അല്ല വെറുതെ മറ്റു സമയത്താണോ ഉണ്ടായത്? ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഉണ്ട്. അതിന് ശേഷം ഞാൻ വലിയ എമൗണ്ട് ആയിട്ടൊന്നുമില്ല, വിഷൻ ബോർഡിൽ മാത്രം അത്ര വലിയ എമൗണ്ട് ആയിട്ട് ചേർന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ചെറിയ 1,000 രൂപയ്ക്ക് 2,000 രൂപയും 3,000 രൂപ. ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ കോഴ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് 2,222 രൂപയുടെ കോഴ്സാണ് അല്ലേ? അല്ലാതെ ഇവിടെ ഇതൊരു ബിസിനസ് അല്ലല്ലോ. അല്ല അവരെന്നോട് ചോദിച്ചത് അങ്ങനെയാണ്. മറ്റേ പബ്ലിക്കിലും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്ന ക്ലാസ്. ഇതൊരു ബിസിനസ് രൂപത്തിലല്ലല്ലോ ചെയ്യുന്നത്. ഇവിടെ ഇത്ര തന്നാൽ ഇത്ര ലഭിക്കും എന്നൊന്നും അല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. അതൊന്നും ക്ലാരിറ്റി വരുത്താൻ. അങ്ങനെയാണോ എന്ന് അവർക്ക് ഡൗട്ട്. ഈ ഓൺലൈൻ മാർക്കറ്റ് ഒക്കെ കേട്ടേ അങ്ങനെ ഒരു ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നുമില്ല, പൈസ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങൾക്ക് വെറുതെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. ഞാൻ ക്ലാസ് മാത്രമേ കേട്ടിട്ടുള്ളൂ, അതിലാണ് എനിക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായിക്കണേ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ അവർക്ക് പിന്നെ ഭയങ്കര മാറ്റങ്ങളാ. എനിക്ക് പിന്നെ മാറ്റങ്ങളാ. ചേട്ടാ എന്നോട് പറയും നീ എന്നിട്ട് ഇവിടെ വേറെ വല്ല സംഭവം ഉണ്ടോ നിന്റെയൊക്കെ എന്നൊക്കെ ചോദിക്കൂ. ഞാൻ ഓരോന്ന് ചെയ്ത് സാറ് പറയുന്നതൊക്കെ ചെയ്ത് പൈസ ഒക്കെ ആൾക്ക് കിട്ടുമ്പോ ഞാൻ അങ്ങനെ പറയും. അപ്പൊ നീ എന്നിട്ട് അവിടെ പ്രാർത്ഥിക്കണ്ടോ, വേറെ എന്തെങ്കിലും പണിയുണ്ടോ എന്നൊക്കെയോ. ഞാൻ പറയും ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ സാറ് പറയുന്നത് മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ, അതിന്റെയാണ് നിങ്ങൾക്ക് കിട്ടണേന്ന് പറയും. അതിന്റെ പകുതി എനിക്കും തരും. അങ്ങനെ ഇപ്പൊ ആള് പറയും സാറിന്റെ ക്ലാസ്സിൽ എന്നെ കൂടെ കൊണ്ടുപോക്കോളൂ എന്ന് പറയും. ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത പ്രാവശ്യം ആവട്ടെ അപ്പൊ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കൊച്ചിയിൽ വന്നിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല, ഇവിടെയും പറ്റിയില്ല. അടുത്ത പ്രാവശ്യം എന്തായാലും ആളും കൂടെ വരാന്ന് പറഞ്ഞേക്കണേ. വെരി ഗുഡ്. സന്തോഷം. ഓക്കെ, ഇപ്പൊ താങ്ക് യു. ഒരുപാട് സമയമായി. നമുക്ക് പ്രാണ സ്റ്റോൺ മെഡിറ്റേഷൻ ഉണ്ട്, നമ്മുടെ സ്റ്റോൺ മെഡിറ്റേഷൻ ഉണ്ട്. ബ്രേസ്ലെറ്റും സ്റ്റോണും വാങ്ങിച്ചവർ എല്ലാവരും ജോയിൻ ചെയ്യുക. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരെല്ലാം തന്നെ പറഞ്ഞിട്ട് ജോയിൻ ചെയ്യുക. പറഞ്ഞോ സുധാകുമാരി, പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഇതിന് പറയാനില്ല. ഞാൻ വിഷൻ ബോർഡ് എഴുതി വെച്ച കാര്യങ്ങൾ പൂർണ്ണമായി സക്സസ് ആയി. എന്റെ ലക്ഷ്യങ്ങളെല്ലാം സാധീകരിച്ചു. എന്റെ മകന് ഈ മാസത്തെ ശമ്പളം കിട്ടും. 3 വർഷമായി ജോലി കയറിയിട്ട്. അന്ന് മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഈ മാസം ഡിസംബറിൽ ശമ്പളം കിട്ടും. പേപ്പറെല്ലാം റെഡിയായി. പിന്നെ എന്റെ വിഷൻ ബോർഡിൽ എഴുതി വെച്ചിരുന്ന യാത്രകളെല്ലാം ഈ വർഷത്തെ കംപ്ലീറ്റ് ആയി. വന്ദേ ഭാരതിൽ കയറി കാശ്മീർ വരെ പോയി. കേരളത്തിന്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ യാത്ര ചെയ്തു. 2025 സെറ്റ് ചെയ്ത വിഷൻ ബോർഡ് 2025 ഡിസംബർ ആകുമ്പോഴേക്കും ഏകദേശം സക്സസ് ആയി എന്നാണ് പറയുന്നത് അല്ലേ? അതെ, പൂർത്തിയായി. അപ്പൊ വിഷൻ ബോർഡിന്റെ പവർ മനസ്സിലാവുമല്ലോ അല്ലേ? ഇനി അങ്ങനെ സ്ഥലത്തിന്റെ കാര്യം കൂടെ ഉള്ളൂ റെഡിയാവാൻ. സ്ഥലം, മകന്റെ കല്യാണം, അതും കൂടെ ഈ വർഷം തന്നെ റെഡിയാവുമെന്ന് ഉള്ള വിശ്വാസത്തിലാണ്. എല്ലാത്തിനും സാറിനോട് നന്ദി പറയുന്നു. താങ്ക് യു സാർ. നിങ്ങൾക്ക് ഈ വിഷൻ ബോർഡ് ക്ലാസ്സിനെ പറ്റി, വിഷൻ ബോർഡ് ജോയിൻ ചെയ്യാൻ വേണ്ടി ആൾക്കാരോട് എന്താണ് ഈ പറഞ്ഞ സമയത്ത് പറയാനുള്ളത്? എന്തിനു വേണ്ടി വിഷൻ ബോർഡ് ജോയിൻ ചെയ്യണം? നമ്മളിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ എഴുതി വെക്കുക, അത് സെറ്റ് ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് നിരന്തരം തുടരുക, അത് നമ്മളുടെ മനസ്സിലേക്ക് അതിനെ കൊണ്ടുവരിക, അതാണ് ചെയ്യേണ്ടത്.
അല്ല നമ്മൾ മാറി നിൽക്കല്ല, നമ്മളുടെ ആ വിഷൻ കാണുക, നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ വിഷനിലേക്ക് എത്തിച്ചേരാനുള്ള പവറാണ് വിഷൻ ബോർഡ്. അല്ലാതെ അതൊരു പ്രാക്ടീസ് ആയിട്ടല്ല, അതൊരു സമസ്യയാണ്. ആ സമസ്യയിലേക്ക് നമ്മൾ ഉൾക്കൊള്ളുകയാണ്. നമ്മൾ എഴുതി വെക്കുന്ന കാര്യം നമ്മളിലേക്ക് ദിവസവും അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയാതെ അട്രാക്ട് ചെയ്യാണ്. ഞാൻ കാശ്മീർ പോകുന്ന കാര്യം ഞാൻ ചിന്തിച്ച കാര്യമല്ല, അത് എന്നിലേക്ക് വന്നു ചേർന്നതാണ്. വന്നു ചേർന്നു, ഞാൻ പോയി തിരിച്ചെത്തി. ഞാൻ എത്തിയല്ലോ സാർ. ഇന്നലത്തെ മെഡിറ്റേഷനില് ഒരു സംഭവം ഉണ്ടായി. ഞാൻ മെഡിറ്റേഷൻ ഓണാക്കിയിട്ട് എനിക്ക് യാത്രാക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ എന്റെ മനസ്സിൽ കേൾക്കുന്ന സാറ് എന്റെ പേര് വിളിക്കുന്നു, സുധയെ ഔട്ടാക്കിയേക്കെന്ന് പറയുന്നു. കുറച്ചു ദിവസമായി മെഡിറ്റേഷനിൽ കയറിയിട്ട് സുധയെ ഔട്ടാക്കി. ഞാൻ വിചാരിച്ചേ ഞാനിവിടെ അല്ലേ ഇരിക്കുന്നത്, പിന്നെ എന്താ അങ്ങനെ പറഞ്ഞേ? അത് 13 പേരെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ മെനഞ്ഞാന്ന്. അന്നേരം എന്റെ മനസ്സിലിങ്ങനെ കേൾക്കുകയാണ്. ഞാൻ പകുതി ഉറക്കത്തിലാണ്, പകുതി മെഡിറ്റേഷനിലാണ്. സാറ് സുധ കുറച്ചു ദിവസമായി മെഡിറ്റേഷനിൽ കയറിയിട്ട് സുധയെ ഒഴിവാക്കിപ്പോന്നു. ഞാൻ പറഞ്ഞിട്ടുമില്ല, ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അല്ല, എന്റെ മനസ്സിൽ ഞാൻ അങ്ങനെ വിചാരിച്ചു എന്താണ് സംഭവിച്ചത്. പിന്നെ ആതിരയോട് ചോദിക്കണം എന്ന് വിചാരിച്ചു, മറന്നും പോയി. താങ്ക് യു സാർ. താങ്ക് യു. അപ്പൊ എല്ലാവരോടും നന്ദി. അപ്പൊ നിങ്ങളോട് വല്ല ക്ലാസ്സുകളെല്ലാം ജോയിൻ ചെയ്യുക, മാറ്റമുണ്ടാക്കുക. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് യാത്ര ചെയ്യാം. ഒരുപാട് മാറ്റങ്ങൾ വിഷൻ ബോർഡ് മറ്റു ഏതാണോ ക്ലാസ് വേണ്ടതൊക്കെ നിങ്ങൾ അഡ്മിനോട് പ്രസീത വിളിച്ചിട്ട് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ചെയ്താൽ എല്ലാവർക്കും ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും സ്നേഹത്തോടെ ചേർത്ത് വെക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമുക്ക് സമയമായി. 2 ക്ലാസ്സും കൂടി നമുക്ക് ഇത് ചെയ്യാനുണ്ട്. ഓക്കെ, ബാക്കി നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ടൈപ്പ് ചെയ്ത് അറിയിച്ചോളൂ. നിങ്ങൾ എത്ര കണ്ടിത് പറയുന്നു അത്രയും നിങ്ങൾക്ക് സംഭവിക്കോട്ടോ. നിങ്ങൾ സംഭവിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. എത്ര കണ്ട് പറയുന്നു അത്രയും നിങ്ങൾക്ക് കൂടുതൽ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് അറിയാം. അപ്പൊ താങ്ക് യു ആൾ. എല്ലാവർക്കും നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.